ഹായ്, സുഖല്ലേ? അറിഞ്ഞില്ലേ വിശേഷം? നമ്മുടെ ഹെലനോസ് പാട്ട 18ന്റെ പണി കിട്ടി. 18ന്റെ പണി എന്ന് പറഞ്ഞാൽ പോരാ, ആള് മദ്യപിച്ച് വാഹനം ഓടിച്ച് 10ഓളം വരുന്ന ജീപ്പ് ചേസ് ചെയ്ത് പിടിച്ച് ആളെ ഇപ്പോൾ കണ്ണൂര് വിയ്യൂര് എവിടേക്കേറ്റ് മാറ്റിയിട്ടുണ്ട്. കാരണം ഇതൊക്കെയാണ് കർമ്മ എന്ന് പറയുന്നത്. കർമ്മ എന്ന് പറഞ്ഞാൽ തട്ടും. ഹെലനോസ് പാട്ട ധന്യ. അതുകൊണ്ടാ പറഞ്ഞത്, ആദ്യമേ പറഞ്ഞിരുന്നത് എന്ത്, വേണ്ട വേണ്ട, ഇതൊന്നും വേണ്ട, നമുക്കിതെല്ലാം ഇവിടെ വെച്ച് നിർത്താം. പക്ഷെ കേക്കണ്ടേ? ഇനി എനിക്ക് പറയാനുള്ളത് ജാസിനോടാ. ജാസിയെ, ശരിയാണ്, നിന്നെ എല്ലാ ആളുകളും വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് മനസ്സിലാവും എൻ്റെ സങ്കടം. പക്ഷെ എനിക്കിതിൽ പറയാനുള്ളത് എന്താ അറിയോ? ഇത്രയും ആളുകൾ നിന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചു എന്ന് നീ പറഞ്ഞില്ലേ, അതിന്റെ പിന്നാലെ ഞാനും ഉണ്ടാവും. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കയ്യിലിരിപ്പ അമ്മായിത്തെ കയ്യിലിരിപ്പ. ഇജിപ്പോ പറയുന്നത് എന്താ, അന്നെ പറഞ്ഞതിന്റെ പേരിലാണ് ഓളെ പോലീസ് ഫൈന് കൊടുത്തതെന്നുള്ളത് അല്ലേ? കർമ്മ അങ്ങനെ ഒരു സാധനം ഉണ്ട്. കാരണം എന്താ അറിയോ, എൻ്റെ വാപ്പിയും ഉമ്മയും എന്നെ എങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയോ എൻ്റെ വാപ്പി പിന്നെ ഉമ്മ എങ്ങനെ പഠിപ്പിച്ചത്? എടാ ചെങ്ങായി, ഇത് പെണ്ണുങ്ങൾ മദ്യപിക്കണീന് വേറൊരു കാരണം കൂടി ഉണ്ട്. അതാണ് ആദ്യം എന്നോട് എനിക്ക് പറയാനുള്ളത്. അത് മറ്റൊന്നും അല്ല. ആണുങ്ങളൊക്കെ ഉടുപ്പും ചുരിദാർ ഇട്ടണ്ട് ഇറങ്ങിയ പിന്നെ പെണ്ണുങ്ങൾ വേണ്ടേ ബാറേര് ഇപ്പൊ ഇത് വാടക കൊടുക്കണ്ടേ? ആണുങ്ങൾ നേരം വെളുത്തിട്ട് കുറച്ച് ജെല്ലും വെച്ച് ഒരു ചുരിദാറോ അല്ലെങ്കിൽ ഒരു ഉടുപ്പൊക്കെ ഇട്ടണ്ട് ഇറങ്ങി റോട്ടിൽ കൂടെ. എന്നിട്ട് അടുക്കളയിലെ കാര്യമൊക്കെ നോക്കി പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് അടുക്കളയിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടുകയാണ്. അപ്പൊ പിന്നെ ഈ പെണ്ണുങ്ങൾ എന്താ ചെയ്യണ്ടേ? അത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇത് കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമൊന്നും അല്ല. അറ്റ്ലീസ്റ്റ് ഒരു പെറ്റി കൊടുത്ത് വിട്ടിക്കുകയാണ്. അതിനെ കുറിച്ചിട്ട് അവൾ തന്നെ വളരെ വ്യക്തമായും ശക്തമായും ഗൗരവമായും പറഞ്ഞിട്ടുണ്ട്. പറ്റിയത് തെറ്റാണ്, ഞാൻ ചെയ്തത് ശരിയല്ല എന്നുള്ളതൊക്കെ. അപ്പോഴത്തിന് ഇവിടെ മഞ്ഞ ശാഖി എന്തിനാ അല്ല കാര്യമുണ്ടോ പറയുന്നേ കേട്ടിക്കണോ? ഒന്ന് കേട്ടില്ല. ആരും എന്നെ ടാഗ് ചെയ്യണ്ട, ആരും എന്നെ മെൻഷൻ ചെയ്യണ്ട. നിങ്ങളെ പോലെ ഞാനും അത് കണ്ടു. ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ എല്ലാവരും പറഞ്ഞു ജാസി എന്തായാലും വീഡിയോ ചെയ്യണം. അപ്പൊ എനിക്കും തോന്നി ചെയ്യാം, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും കേട്ടതുപോലെ ഞാനും കേട്ടു. ഹെലനോസ് പാട്ട എന്ന് പറഞ്ഞ ധന്യ മദ്യപിച്ച് കാർ ഓടിച്ചതിന്റെ പേരിൽ ഫൈൻ കിട്ടിയെന്നും അതിന് എന്തൊക്കെയാണ് അതിന്റെ സത്യാവസ്ഥ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇപ്പൊ ധന്യയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഹെലനോസ് പാട്ടയുടെ സ്ഥാനത്ത് ഞാനായിരുന്നുണ്ടെങ്കിൽ എന്നെ വലിച്ചു ചീന്തി എന്റെ തള്ളക്കും തന്തക്കും വിളിച്ച് പൊങ്കാലിട്ടായിരുന്നു ഈ പറഞ്ഞ കുട്ടി അല്ലേ. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എന്റെ വീട്ടിലും എന്റെ കുടുംബത്തും എന്റെ അച്ഛനും അമ്മയും ഒന്നും എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത്. തെറി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ തെറി ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ധന്യ, ഇത് നിനക്കാണ്. ഒരുപാട് നീ എന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കുന്ന ദൈവത്തിന് അല്ലെങ്കിൽ എന്റെ പടച്ചോന് ശക്തിയുണ്ട്. അതാണ് ഇപ്പൊ ഇങ്ങനെ കാണിച്ചത്. കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് മോളെ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് വേണമെങ്കിൽ നീ പറഞ്ഞതുപോലെ ഒരുപാട് ഹട്ടഹസിച്ചിട്ടും പരിഹസിച്ചിട്ടും ഒക്കെ വീഡിയോ ചെയ്യാം. പക്ഷെ എനിക്ക് അതിന്റെ ഒരു റീച്ചോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ എന്റെ ഫോളോവേഴ്സ് കൂട്ടാനോ എനിക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല കോമഡി വീഡിയോസും നല്ല വീഡിയോസും ചെയ്താൽ ആൾക്കാർ ഏറ്റെടുക്കും. പിന്നെ നീ പറഞ്ഞു ആഷിന്റെയും എന്റെയും ബന്ധം. സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛനും അമ്മനെയും ഉപേക്ഷിച്ച് ഒരു ആണിന്റെ കൂടെ ഇറങ്ങിപ്പോയ നീ എന്ത് അധികാരത്തിലാണ് അത് പറഞ്ഞത്? പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നിങ്ങൾ പേച്ചപ്പായൊന്നും എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് നിന്റെ ഭർത്താവ് ഒരിക്കലും നിന്റെ ഫാമിലിയെ കൂടെ ഒരു വീഡിയോ എടുത്തത്? ഓക്കെ, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. അതുപോലെ എല്ലാവർക്കും ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ട് ധന്യ. അതിലേക്ക് ചൂഴ്ന്നിറങ്ങാനോ അല്ലെങ്കിൽ അത് കുത്തി മണപ്പിക്കാനോ ആരും വരരുത്. ഇപ്പോ എനിക്ക് സത്യം പറഞ്ഞാല് ഇതില് എന്റെ ഒരു ശത്രുവാണെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിക്കില്ല. എന്റെ ശത്രുവിന് ഒരു ഇത് വന്നു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. മനുഷ്യനായിട്ട് ഞാൻ കാണുന്നുള്ളൂ. എന്തായാലും അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ധന്യ തന്നെ പറയട്ടെ. പഠിച്ചോന് എന്താ പറയാ, എനിക്കൊന്നും കൂടുതലൊന്നും പറയാനില്ല. സത്യമാണ് വിജയിക്കുള്ളൂ, അധർമ്മം വിജയിക്കില്ല. സത്യമേവ ജയതേ, അത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാരും പറഞ്ഞൊരു പൊന്നുസഖി കളിക്കണമെന്ന്. എന്തിന്? അതിന്റെ ആവശ്യം വരുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ആരുടെ ഭാഗത്താണോ തെറ്റ് അല്ലെങ്കിൽ ആരാണോ തെറ്റ് ചെയ്തത് അത് ദൈവം കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പോ ധന്യക്ക് ഇതൊരു പാഠമാവട്ടെ, ഇതിൽ നിന്ന് പഠിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. കേട്ടില്ലേ ധന്യ? അപ്പൊ ആ പാഠം നന്നായിട്ടാണ് പഠിച്ചോ കേട്ടോ. ഇതൊരു പാഠാണ്. പിന്നെ ഓനക്ക് തെറി പറയാൻ അറിയില്ല. പിന്നെ ഓൻ്റെ ഉമ്മി വാപ്പി അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പൊ എന്താ വേറെ എന്തൊക്കെയുണ്ട്? അതൊന്നും പറഞ്ഞാലും കടിച്ചാലും തട്ടൂല. അമ്മാരത്തെ വാക്കുകളാ ഓൻ പറയുന്നത്. ഇപ്പൊ എന്താ അറിയോ, നന്മ വരാകാൻ വേണ്ടിട്ട് ഒരു BGM ഇട്ട് വന്നിക്കാണ്. എന്തിനെ?
ഇത്രയും പറ്റിയ ധന്യനോടും വിശാല മനസ്കനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. കേട്ടില്ലേ? ഇതിനേക്കാൾ വലിയ നല്ല മനസ്സ് എവിടെ നിന്ന് കിട്ടാനാ? അമ്മായിത്തെ മനസ്സാ. ഇനിയിപ്പോൾ ഇതൊന്നും അല്ല കോമഡി. ഇതിലിടക്ക് ഓൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്ത്? നീ നിന്റെ ഭർത്താവിൻ്റെ കൂടെ പോയതിന് ശേഷം എന്തുകൊണ്ടാണ് നീ നിന്റെ ഭർത്താവും നിന്റെ വീട്ടുകാരും തമ്മിലുള്ള ഒരു ഫോട്ടോ ഇടാത്തതെന്നാണ് ഉദ്ദേശിച്ചത്. അക്ഷരപ്പഴവ് അത് ധന്യ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു? ധന്യ അതത് ഇട്ടു. എന്ത്? ഇതിൻ്റെ ഇടയിൽ ഇജ്ജ് പറയുന്ന മാതിരിയോ ഇജ്ജ് പറഞ്ഞുണ്ടാക്കണ മാതിരി ഒരു സംഭവമല്ല എന്നുള്ള നിലക്ക് ഓളത് ഇതാ സിമ്പിളായിട്ട് ഇടുകയും ചെയ്തിരിക്കുന്നു. കണ്ടോ? കണ്ടില്ലേ നിങ്ങളെ? ഇതാണ് ഓളുടെ ഫാമിലി. അതിപ്പോൾ പറഞ്ഞോടുകൂടെ ഓൾ എടുത്തിട്ടതാണ്. പിന്നെ രണ്ടാമത്തത്, അതിനുള്ള എക്സ്പ്ലനേഷൻ അവൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അതും ഞാനൊന്ന് കാണിച്ചു തരാം. ഒന്ന് കണ്ടോ? എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ വളരെ മാന്യമായിട്ട് മദ്യപിച്ചിട്ടാണോ ഉണ്ടായിരുന്നത് ആന്ന് പറഞ്ഞു. അപ്പൊ അവര് ഈ പറയുന്ന പോലെ പെറ്റി അടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഊതുന്ന സാധനത്തിൽ ഊതണം, അതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അതെടുത്തിട്ട് വന്നു, ഊതി. അത് കഴിഞ്ഞ് ഇത് കോടതിയിൽ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് ഇതിന്റെ അപകട വശങ്ങളും ഇപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ സംഭവിച്ചിരുന്നെങ്കിൽ, ശരിയാണ്, ഞാനും കൂടി അത് ചിന്തിക്കേണ്ടതായിരുന്നു. സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ നമ്മള് ഖേദിച്ചിട്ടോ അല്ലെങ്കിൽ അയ്യോ ഞാൻ എന്നെ ചെയ്യണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് കാര്യങ്ങളുടെ സീരിയസ്നെസ് ഈ പറയുന്ന പോലെ മദ്യപിച്ചതിന് ഒരു കുപ്പി ഒരു പെഗ് എന്നല്ല, അരയാണെങ്കിലും 12 ആണെങ്കിലും സ്റ്റിയറിംഗ് തൊടാനേ പാടില്ല എന്നുള്ളതും അതിന്റെ കുറെ കാരണങ്ങളും പറഞ്ഞു തന്നിട്ട് ഇത് അടച്ചാൽ മതി എന്ന് പറഞ്ഞ് പോലീസുകാർ പോവുകയാണ് ഉണ്ടായത്. എന്റെ വണ്ടി എന്റെ കയ്യിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്, ഞാനും അവിടെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്റെ വണ്ടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേറെ എന്തെങ്കിലും, കാരണം ഇപ്പം ഈ ഓപ്പറേഷൻ തൂഫാനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് എന്നെ സംശയിക്കുന്നതിലോ അല്ലെങ്കിൽ എന്റെ വണ്ടിയിൽ സാധനം ഉണ്ടാവും എന്ന് സംശയിക്കുന്നതിലോ ഒരു തെറ്റുമില്ല. കേട്ടല്ലോ? അതായത് ഒരു തുള്ളി കഴിച്ചാലും ഒരു കുപ്പി മുഴുവൻ കഴിച്ചാലും സ്റ്റിയറിംഗുമ്മ തൊടരുത്. അതൊക്കെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാ. ചില ആളുകൾക്ക് ഞാൻ 2 പെഗല്ലേ കഴിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കുറച്ചല്ലേ കഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് എൻ്റെ ബോധം എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വണ്ടി ഓടിക്കുക എന്ന് വിചാരിക്കുന്നവർക്കും ഇതൊക്കെ ബാധകമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ആ ഫൈനും കൊടുത്ത് ആ ഫൈനും അടപ്പിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. അതിനൊന്നും നമ്മുടെ നാട്ടിൽ വലിയൊരു അത്ഭുതമല്ല. പക്ഷെ ഇജ്ജിന്ന് പറയുന്ന കേട്ടാ ജാസിയെ, ഇത് ആദ്യമായിട്ട് ഈ ധന്യാണ് മദ്യപിച്ചൊരു വാഹനം ഓടിക്കുന്നതും പിടിക്കപ്പെടുന്നതും എന്നൊക്കെ. ന്യൂസ് ചാനലുകാരൊക്കെ ന്യൂസ് കൊടുക്കണണ്ട. ന്യൂസുകാർക്കൊക്കെ ദാരിദ്ര്യത്തിന്റെ ദാരിദ്ര്യമാണ് എന്ത് ന്യൂസ് കവർ ചെയ്യാൻ. കാരണം ഇപ്പോഴത്തെ ഓരോ ന്യൂസൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഇവരുടെയൊക്കെ എന്താ ജാതി ബിൽഡപ്പാണ് ഒരു ന്യൂസ് കൊടുക്കുന്നത്. എന്നിട്ട് അതിനൊക്കെ എല്ലാവരും എന്നോട് പറഞ്ഞു ജാസി ഈ വീഡിയോ ചെയ്യണം, കാരണം ജാസിക്കാണ് ഇതിന് ഏറ്റവും അർഹത. കർമ്മ മോളെ, കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നീ ആദ്യം മനസ്സിലാക്കണം. എനിക്ക് വേണമെങ്കിൽ കുറേ ആഘോഷിക്കാം, എനിക്ക് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്യാം. അമ്മാരി നീളത്തിലൊരു വീഡിയോ ചെയ്തിട്ടാണ് പറയണത്. എനിക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാന്ന്. അപ്പം പിന്നെ ഇതെന്താ ഓഡിയോ മാത്രമല്ല, ഓനോട് പൊന്നിസാക്കി കളിക്കാൻ പറഞ്ഞത്. അപ്പോൾ പൊന്നിസാക്കി കളിക്കണില്ല, കാരണം അത്ര വലിയ മനസ്സാക്ഷി ഇല്ലാത്തൊരാളല്ല ഞാൻ പൊന്നിസാക്കി കളിക്കാൻ. എന്താ ഇതിനൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമല്ല. അതായത് നിന്റെ ഭർത്താവ് നിന്റെ അമ്മയോടും അച്ഛനോടും മിണ്ടുന്നത് ഞങ്ങൾ കണ്ടില്ലല്ലോ, നീ അത് അവരോട് മിണ്ടുന്നത് ഞങ്ങൾ കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുന്ന കേട്ടാ തോന്നും ഇവനും മറ്റോനും പാടെ ഭയങ്കര കുടുംബജീവിതം നയിക്കണെന്നുള്ളത്. രണ്ടാളെ പെരക്കാരും ഉണ്ട്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഒരുമിച്ച് അത്താഴം കഴിക്കും, രാവിലെ ഒരുമിച്ച് എഴുന്നേൽക്കും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് രണ്ടാള് എന്താ പറയുക കുടുംബത്തിൽ ജീവിക്കുന്ന മാതിരിയാണ് മറ്റോളോട് ചോദിക്കണത്. നിന്റെ അച്ഛൻ എവിടെ? നിന്റെ അമ്മ എവിടെ? എന്തുകൊണ്ടാണ് നിന്റെ ഭർത്താവ് നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചാരി നിൽക്കാത്തു? എന്തുകൊണ്ടാണ് നിന്റെ അമ്മയെ ഒരു കണ്ണുകൊണ്ട് മാത്രം ഭർത്താവ് നോക്കുന്നു? ഇവൻ കണ്ടുപിടിച്ച ഓരോ കണ്ടുപിടുത്ത. എന്നിട്ട് അതൊക്കെ വലിയ ക്വസ്റ്റ്യൻ മാർക്കാക്കി ഓളോട് ചോദിക്കുകയാണ്. കർമ്മ എന്ന് പറയുന്നൊരു സാധനം ഉണ്ട് മോളെ, നിങ്ങളൊക്കെ മറന്നുക്കണോ ഇല്ലേ എനിക്കറിയില്ല. പണ്ട് ഫഹദേ, ഇത് നീ ചോദിച്ചു വാങ്ങിയതാ ഫഹദേ. കർമ്മ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട്. നിങ്ങളൊക്കെ അറിഞ്ഞ പോലെ ഞാനും അറിഞ്ഞു. ഫഹദ് ഇപ്പോൾ ഖത്തർ ജയിലിലാണ്. എന്തിനാണ് ഏതിനാണ് എന്നുള്ള വിവരത്തെക്കുറിച്ച് ഫഹദ് തന്നെ പറയട്ടെ. കാരണം ഫഹദിനല്ലേ ഉള്ളൂ അറിയാം. ഞാനും ഇങ്ങനെ അറിഞ്ഞതാ. ആഘോഷിക്കാൻ ഞാനില്ല, സന്തോഷിക്കാൻ ഞാനില്ല. അത്തരത്തില് ഒരാളുടെ ഈ ഇടങ്ങേറ് കണ്ടിട്ട് സന്തോഷിക്കുവാൻ
എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ അലാക്ക് BGM ഇട്ടിട്ട് പോകുന്നൊരു വീഡിയോ ഇട്ടിരുന്നു. കണ്ടീന്ന് നിങ്ങളെ? ഞാൻ വിളിച്ചപ്പോണ്ട് ഫഹദ് അവിടെ ഇരിക്കും. അവിടെ ചെങ്ങായി അന്നെല്ലാം പിടിച്ചു എന്ന് പറഞ്ഞിട്ട് മറ്റവനത് അവിടെ ഭയങ്കര സാരി BGM ഒക്കെ ഇട്ടിട്ട് ഇതാക്കണമെന്ന്. ആ ചെങ്ങായിക്ക് പിരാന്ത്, അനക്ക് വല്ല കാറ്റും ഉണ്ടോ, ഞാൻ അത് അവിടെ ഇരിക്കണു പറഞ്ഞു. അതേമാതിരി അപ്പോൾ ഇവളുടെ കാര്യം എന്ത് ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വിയ്യൂർക്ക് മാറ്റിക്കോ തോന്നും. ആരനെ? ഈ എൽനോസ് പാട്ടിന്. അമ്മാര് നന്മമരല്ലേ ഇപ്പൊ കളിച്ചും കൊണ്ടിരിക്കണത്. ഓനൊന്നും ചെയ്യൂല. ഓനക്ക് അങ്ങനെ വൈരാഗ്യം തീർക്കാനും അറിയില്ല, പറയാനും അറിയില്ല. അങ്ങനെ ഓൻ പഠിച്ചിട്ടുമില്ല, ഓനായിട്ട് പഠിപ്പിച്ചിട്ടുമില്ല. ഓൻ എന്തിനാ പഠിപ്പിച്ചിരിക്കണേ? നിങ്ങളെ ഉസ്താദേ എൻ്റെ അമ്മയുടെ പേര് നബീസ, ഓൻ്റെ അമ്മയുടെ പേര് ഖദീജ, എങ്ങനെയെങ്കിലും ഒന്ന് ഒന്നാക്കുമോ? ഇതാ എൻ്റെ പടച്ചോ, ഇതേത് കിതാബിലാണ് എൻ്റെ പടച്ചോൻ പറഞ്ഞിട്ടുള്ളത്? ആദ്യേ ഈ മുട്ടുകജ്ജില്ലാത്ത ചെറുവിരലില്ലാത്ത ആളുകളെ കളിയാക്കാൻ ഇറങ്ങുമ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം അന്വേഷിക്കുക കേട്ടോ. പിന്നെ ജാസിയെ അധികം അങ്ങോട്ട് വെളുപ്പിക്കൊന്നും വേണ്ട, കുറച്ചൊക്കെ കണ്ട് പോട്ടെ, പോകുന്ന വരെ അങ്ങോട്ട് പോട്ടെ. പക്ഷെ ഇതിനേക്കാൾ വലിയ ലോക്ക് എനിക്ക് വീഴാണ്ട്, അതെനിക്ക് മനസ്സിലാവും. എന്തായാലും എൻ്റെ അടുത്ത് എൻ്റെതായ വീക്ക്നെസ് ഉള്ള ആളുകളുണ്ടല്ലോ, ഓലൊക്കെ ഇത് മാറ്റി പറയും, മനസ്സിലായോ? അത് നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകത. എന്ത് ഒരാൾ, അതിപ്പോൾ ഞാനായാലും ആരായാലും ശരി, ചെറിയ എന്തെങ്കിലും ഒരു മൈനസ് വന്നാൽ മതി, അതിനെ പല രീതിയിലും തിരിച്ചും മറിച്ചും ഓടിച്ച് എത്രത്തോളം ആളെ ഏറി കയറ്റാൻ പറ്റുമോ അതിന് ശ്രമിക്കും. അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കാതിരിക്കുക ഏറ്റവും ബെറ്റർ. മിണ്ടാതാണ് നിൽക്കുക. അതായത് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അതിനൊക്കെ മറുപടി ഇവരുടെ കയ്യിലുണ്ടാവും. അതുകൊണ്ട് ധന്യ തൽക്കാലം ഈ അതിന് റിപ്ലൈ ഒന്നും കൊടുക്കണ്ട. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടൊന്നുമല്ല വെള്ളമടിച്ചിട്ട് ഒരാളെ പോലീസ് പിടിക്കുന്നതും പെറ്റി എഴുതുന്നതും ഒന്നും. ഇനി അത്തരം തെറ്റുകൾ പറ്റാതെ സൂക്ഷിക്കുക എന്നുള്ളതുള്ളൂ. ഇവന്റെ ആഘോഷമൊക്കെ ഇപ്പം തീരും. അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇവൻ കിട്ടിയ അവസരത്തിൽ നന്മമരം കളിച്ചിറങ്ങിക്കുക. അതോ കളിച്ചു കഴിഞ്ഞിട്ടാണ് പോയിക്കോട്ടെ. നന്മമരം കളിച്ചുമ്പോൾ എന്താ പറയണത്? അസഭ്യ വാക്കുകൾ പറയരുത്, കുറച്ചൊക്കെ മാന്യമായി ജീവിക്കണം, മനുഷ്യന്മാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്, എന്നെ എൻ്റെ മാതാപിതാക്കൾ അങ്ങനെയല്ല പഠിപ്പിച്ചിരിക്കണേ. ഇതൊക്കെ പോനിക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ നമ്മൾ കേട്ടിട്ട് എന്താ കാര്യം? ഇതൊക്കെ ഓൻ തന്നെ അനുസരിച്ച് ജീവിക്കണമെന്നല്ലേ. അങ്ങോട്ട് ജീവിക്കട്ടെ. എന്നാ പോട്ടെ. ഞാൻ പെണ്ണു സഖി എന്തിനാ പിണക്കം എന്നോട് എന്തിനാ